ഇന്നലത്തെ ദിവസം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നടന്നത്. പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടുന്നു. പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും 10 വർഷക്കാലം കേരളത്തെ ദുർഭരണം കാഴ്ചവെച്ച, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ വഴിതെറ്റിച്ച പിണറായിസത്തിന് അന്ത്യം കുറിക്കുന്ന നാളായിരുന്നു മെയ് 4. അതും ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 1957 ലോകത്ത് തന്നെ ചരിത്ര പ്രാധാന്യമുണ്ട്. ലോകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലായിരുന്നു. ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് അറുതി വീഴുന്ന ദിവസം കൂടിയായിരുന്നു. അത് പിണറായിയിലൂടെ. എപ്പോഴും നയിക്കുന്ന ആളിനെ കുറിച്ച് നമ്മൾക്ക് ആൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയം അവർക്ക് ഉറപ്പാണ്. അത്രത്തോളം സുരക്ഷിതമായ മണ്ഡലത്തിലായിരിക്കും അവർ മത്സരിക്കുക എന്നും അറിയാം. ചിലരൊക്കെ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി റായ് ബറേലി നിയോജക മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങി. രാജ്യത്തെ ജനങ്ങൾ അത് വലിയ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അങ്ങനെ പല പ്രധാന വ്യക്തികളും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാകണം. ഒരു പ്രാവശ്യമെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴേ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വശങ്ങളും മനസ്സിലാക്കി പിന്നീട് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഇന്ദിരാഗാന്ധി വീണ്ടും തിരിച്ചു വന്നല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പോലും ആർക്കും അറിയത്തില്ല, അന്വേഷിക്കത്തില്ല. കാരണം അവിടെ പിണറായി വിജയന്റെ മണ്ഡലമാണ്. അത് പിണറായി വിജയൻ ജയിക്കും. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. സാധാരണ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾ മറ്റ് 139 മണ്ഡലങ്ങളിലും പോകും. അങ്ങനെയാണല്ലോ VS അച്യുതാനന്ദനൊക്കെ ചെയ്തിട്ടുള്ളത്. VS അച്യുതാനന്ദന്റെ മണ്ഡലത്തിൽ മാരാരിക്കുളത്തായാലും മലമ്പുഴയിലും ഒക്കെ തന്നെ VS ചെലവഴിച്ച സമയം കുറവാണ്. പാർട്ടി പ്രവർത്തകരിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് മാത്രം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. പിണറായി വിജയൻ 2016-ലും 2021-ലും അങ്ങനെ ആയിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ബാക്കി സമയങ്ങളിൽ മറ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഓടിയെത്തുകയാണ്. പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. അങ്ങനെയാണ് എല്ലാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരും ചെയ്യുന്നത്. പക്ഷേ ഇക്കുറി അദ്ദേഹം അത്തരത്തിലുള്ള പൊതുയോഗങ്ങൾക്ക് പോകുന്നത് കുറച്ചിട്ട് കൂടുതലായിട്ട് ധർമ്മടം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് തനിക്ക് വരാൻ പോകുന്ന എന്തോ അപകടം അദ്ദേഹം മണത്തറിഞ്ഞു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയത്തിലെ ഒരു ചാണക്യനാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ കഴിയും. അതുകൊണ്ടാണ് അത് മണത്തറിഞ്ഞത്. അങ്ങനെ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ആരംഭിച്ചു. തുടക്ക സമയത്ത് UDF കയറുന്നു. LDFും ഏതാണ്ട് 1 മണിക്കൂർ ഏകദേശം UDFിനോടൊപ്പം കയറി വരാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും LDF താഴേക്ക് വരാൻ തുടങ്ങുന്നു. BJP കയറിയും ഇറങ്ങിയും നിൽക്കുന്നു. LDF താഴേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുത്തനെയുള്ള ഒരു ഇറക്കം തന്നെയായിരുന്നു. അക്കൂട്ടത്തിലാണ് വാർത്ത വരുന്നത് പിണറായി വിജയൻ പിന്നിൽ എന്നുള്ളത്. അത് നമ്മൾ 1-ാം റൗണ്ടിൽ വോട്ടെണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. ചില പ്രദേശങ്ങളിൽ അവർക്ക് ചിലപ്പോൾ വേരോട്ടം കുറവായിട്ടുള്ള ഇടം കാണും. അവിടെ ചിലപ്പോൾ ഒരു നേരിയ വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകാം. അത് സ്വാഭാവികം. പോയ തവണ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരാണസിയിൽ ഏറെ നേരം പിന്നിലായിരുന്നല്ലോ. അത് എവിടെയും ആർക്കും സംഭവിക്കാം. ഇവിടെയും അങ്ങനെയാണ് നമ്മൾ കരുതിയത്. പക്ഷെ അടുത്ത റൗണ്ട് വരുന്നു, പിണറായി വിജയൻ പിന്നിലേക്ക് തന്നെ പോകുന്നു. അതിനടുത്ത റൗണ്ട് വരുന്നു, പിന്നെയും പിന്നിലേക്ക് പോകുന്നു. 7 റൗണ്ട് വരെയും
പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഈ അത്രയും പിണറായി വിജയന്റെ ഒരു തോൽവി കേരളത്തിലെ ജനങ്ങള് ആഗ്രഹിച്ചിരുന്നില്ല, അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ തോൽവി ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനത ഒന്നടങ്കം ആഘോഷിക്കുമായിരുന്നു, ഒന്നിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കുമായിരുന്നു. ഇന്നലെ UDF തിരിച്ചു വന്നപ്പോൾ കേരള ജനത മുഴുവൻ ഒന്നിച്ചു നിന്ന് ആഘോഷിച്ചു. പിണറായി വിജയന്റെ ഈ പതനം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആഘോഷത്തിന് പത്തരമാറ്റ് തിളക്കം ഉണ്ടാകുമായിരുന്നു. ഈ 7 റൗണ്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് വടകര MLA വീണ്ടും വിജയിച്ചിരിക്കുന്ന RMPയുടെ സ്ഥാനാർത്ഥി KK രമ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഏവരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നത്. KK രമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു വ്യാഴവട്ടക്കാലത്തിന് മുമ്പ് 12 വർഷങ്ങൾക്ക് മുമ്പ് 51 വെട്ടുവെട്ടി തെരുവിലിട്ടിട്ട് പോയ TP ചന്ദ്രശേഖരനെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ SDP എന്നോ അല്ല, ഒരു മനുഷ്യനെ 51 വെട്ടുവെട്ടിയിട്ട ആ കാഴ്ചയും അത്തരത്തിലുള്ള ആ വാർത്തകൾ ഒന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നില്ല. ആ ചിത്രം ഒരിക്കൽ കൂടി TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ ഓർമ്മിപ്പിച്ചു. നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ല, പിണറായി വിജയനെയാണ് ഓർമ്മിപ്പിച്ചത്. പിണറായി വിജയന്റെ നെഞ്ചിലേക്ക് കൊള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ KK രമ ആദ്യമായിട്ട് വടകരയിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് വന്നപ്പോൾ തന്നെ പിണറായി വിജയന്റെ നെഞ്ചിലേക്ക് തീ കോരിയിടുകയാണ് ചെയ്തത്. നെഞ്ചിൽ ഒരു TP ചന്ദ്രശേഖരന്റെ ഒരു പടം ഉള്ള ഒരു ബാഡ്ജ് കുത്തിയാണ് KK രമ സഭയിലേക്ക് വന്നത്, ചങ്കൂറ്റത്തോടുകൂടി. പണ്ട് കാലങ്ങളിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ വെള്ളസാരിയും എടുത്തു വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി പിണറായി വിജയ എന്നാണ് പറഞ്ഞത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയ VT ഭട്ടതിരിപ്പാടിനെ പോലുള്ളവരും ഒക്കെ എന്താണ് മുമ്പോട്ട് കൊണ്ടുവന്നത്? ആ അത്തരത്തിലുള്ള ആദർശങ്ങളിൽ പിടിച്ചുകൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റുകാരും EMSഉം ഒക്കെ മുമ്പോട്ട് വന്നത്. ആ പരമ്പരയിലുള്ള ആളല്ലേ പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ നേരെയാണ് വീണ്ടും KK രമ വളരെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചിട്ടില്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവർ അത് അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പങ്കുവയ്ക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ, ചുരുങ്ങിയ വാക്കുകൾ എന്ന് പറയുമ്പോൾ അളന്നു കുറിച്ചു തൂക്കി പിണറായിയുടെ നെഞ്ചിലേക്കിട്ട് കൊടുക്കുകയാണ്, കോരിയിടുകയാണ് ആ തീക്കട്ടകൾ. പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി. കുലംകുത്തി എന്ന് ചാപ്പയടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. ചന്ദ്രശേഖരനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കേരള ജനതയുണ്ട്. അവർ ഇന്നലെ സന്തോഷിച്ചു. ഇത്രയും തവണ 6 റൗണ്ടുകൾ വരെ ഈ വെയിലത്ത്, പൊള്ളുന്ന വെയിലത്ത് നിർത്തി പൊരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം, 12 വർഷത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ എന്നാണ് KK രമ എഴുതിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തു വേണം? സഖാവ് പിണറായി വിജയന് ഇത് നെഞ്ചിൽ കൊണ്ടതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദന അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ തോൽവിയിലേക്ക് പോയപ്പോൾ അതിന്റെ വേദന അറിഞ്ഞോ സഖാവേ? ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആ TP ചന്ദ്രശേഖരന്റെ കുടുംബവും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത് വായിച്ചും കണ്ടുമറിഞ്ഞ ജനങ്ങളും എത്രത്തോളം വേദന അനുഭവിച്ചു എന്ന്. ഇതുപോലെ താങ്കൾ ഇനിയും അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ, അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും KK രമയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.